മോദിജിക്ക് എന്തോരം കഴിവുകളാ. അഭിനയിക്കും, വർഗീയത പറയും, പറഞ്ഞത് മാറ്റി പറയും. കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ വർഗീയത മോദിജിക്കുണ്ട്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ എവിടെ എത്തേണ്ട സംഖ്യ. മാപ്രവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഈ മറവിക്ക് എന്താണ് മരുന്ന്? ഗോമൂത്രം കുടിച്ചാൽ സെറ്റ് ആവുമോ? എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒടുക്കത്തെ മറവിയാ. അയ്യോ, ഒന്നും പറയണ്ട. ഇവിടെ പറഞ്ഞ കാര്യം അവിടെ എത്തുമ്പോഴേക്കും പുള്ളി മറക്കും. പിന്നെ ചോദിക്കുമ്പോൾ എന്താ ഏതാ എന്നൊക്കെ പറഞ്ഞ് ബബബ അടിക്കും. ഈ വേണ്ടപ്പെട്ട ആളെന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാ. ഒരു ക്ലൂ തരാം. ഈ ഉക്രൈൻ യുദ്ധമൊക്കെ ഒത്തുതീർപ്പാക്കിയ കക്ഷിയാ. മറ്റേ ഗ്യാരണ്ടി ഉള്ള ആള് നമ്മളെ മോദിജി. ഉള്ളത് പറയാലോ, പുള്ളിയെ ആരോ കണ്ണുവെച്ചതാ. നല്ല രീതിക്ക് പുളുവടിച്ച് വർഗീയത പറഞ്ഞ് ഒരു ഓളത്തിൽ പൊക്കൊണ്ടിരുന്ന കക്ഷിയാ. സത്യമായിട്ടും നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് അറിഞ്ഞൂടാ, പറയുന്ന വർഗീയതയും ചെയ്യുന്ന പ്രവൃത്തികൾക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഫോർ എക്സാമ്പിൾ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിടുമെന്ന് ജി ആദ്യം പിന്നെ പറഞ്ഞ് അങ്ങനെ ഒരു വർത്താനേ ഉണ്ടായിട്ടില്ലെന്ന്. പിന്നെ ഇക്കണ്ട ഇലക്ഷൻ ക്യാമ്പയിൻ മൊത്തം പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സും കൂടെ 400 സീറ്റ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് ഇപ്പൊ പറയുക ഞങ്ങൾ ഒരിക്കലും 400 സീറ്റ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന്. കണ്ടാ, ഓർമ്മയില്ല. മണിപ്പൂർ വിഷയം കത്തി നിന്നിരുന്ന സമയത്ത് അറിയാലോ, നമ്മുടെ ജി മൗനവ്രതത്തിലായിരുന്നു. പുള്ളി അച്ചാദിന് വേണ്ടിയുള്ള തിങ്കളാഴ്ച നോയമ്പിലായിരുന്നു എന്ന് ഇപ്പൊ ആർക്കും അറിയാത്തത്. അതുകൊണ്ടാണല്ലോ അവിടെ നടക്കുന്ന കലാപത്തെ കുറിച്ച് അഡ്രസ് ചെയ്യാൻ പുള്ളിക്കൊരു 79 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. എന്നിട്ടും തേടാ, ഇലക്ഷന്റെ സമയത്ത് പുള്ളി വന്ന് നാട്ടുകാരോട് പറയുക, മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ നടത്തിയ സമയോചിതമായ ഇടപെടൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തിയെന്ന്. എന്തെന്നാ പറയാ, ഇതേ ഇടപെടൽ കൊണ്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ജനീവയിലെ ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് മോണിറ്ററിംഗ് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 2023 ദക്ഷിണേന്ത്യയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ 99% മണിപ്പൂർ കലാപത്തിലെ ഇരകളാണ്. ഇതാണ് അവസ്ഥ. ജിക്ക് ജി ചെയ്ത കാര്യങ്ങളും നടത്തിയ ഇടപെടലുകളും ഒന്നും ഓർമ്മയില്ല. പ്രായമായില്ലേ. അത് പിന്നെ 3ാം തവണ അധികാരത്തിലെത്തിയ ഗ്യാസും വിറകും തീയും ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കുന്ന വിദ്യ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷന്റെ സ്വല്പം സ്ട്രെസ് പുള്ളിക്കുണ്ട്. അതിന്റെ ഇത് മാത്രമല്ലെന്നേ, BJPയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 30 നമ്മളെ മോദിജി നല്ല മണിയായിട്ട് മുസ്ലിം വിരുദ്ധ പരാമർശം കാച്ചിയ ഒരു ആനിമേറ്റഡ് വീഡിയോ BJP അവരുടെ ഒഫീഷ്യൽ പേജിൽ അപ്ലോഡ് ആക്കിയിരുന്നു. അതിപ്പതേ കാണാനില്ല. പല വസ്തുതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്തുകൊണ്ടും ആളുകൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആയിരുന്നേ. നിങ്ങൾ കണ്ടോന്നറിയില്ല, മുസ്ലിങ്ങളെ കുടിയേറ്റക്കാരെന്നൊക്കെ മോദിജി വിളിക്കുന്ന ആ ഒരു വീഡിയോ. അത് മാത്രമല്ല മോദിജി പറഞ്ഞത്, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആളുകളുടെ സ്വത്തുക്കളും ഭൂമിയും ഒക്കെ മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യും. അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും അവർ വെറുതെ വിടില്ല. കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്ന രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞു കയറി വന്ന മുസ്ലിങ്ങൾക്ക് നൽകും. ഇതൊക്കെയാണ് ആള് പറഞ്ഞത്. ജി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? ചിലപ്പോൾ മറക്കാൻ സാധ്യതയുണ്ടേ. അല്ലെങ്കിലും ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല അത് മോദിജിയുടെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കാനുള്ളതല്ല താലിമാല. ഇവിടെ LPGയുടെ വില കൂടിയിട്ടേ ഗ്യാസ് കുറ്റിയും കൊണ്ടുവരുന്ന ചേട്ടന് ബില്ല് കൊടുക്കാൻ തന്നെ താലിമാല പണയം വെച്ചിട്ട് തികയണില്ല. അപ്പോഴാണ് ജി കണ്ടിന്യൂ. നിങ്ങൾക്കറിയുവോ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. അതായത് മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം അത്തരക്കാർക്ക് കൊടുക്കണോ എന്നൊരു ക്വസ്റ്റ്യൻ മോദിജി ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ എന്റെ സാറേ, ഞാൻ തകർന്നു പോയി. പക്ഷെ പിന്നതേ ഈ കഴിഞ്ഞ ദിവസമാണ് ആള് പറയണേ, പുള്ളി മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല ഈ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന പരാമർശം നടത്തിയെന്ന്. കണ്ടാ ഓർമ്മപ്പശക. ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോംപ്റ്റർ നോക്കി ജനങ്ങളെ സർപ്രൈസ് ചെയ്തിട്ടുള്ള ശീലമല്ലേ ആൾക്കുള്ളൂ. പിന്നതേ കഴിഞ്ഞ ദിവസം കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് ജിയുടെ ഫോട്ടോ ആരോഗ്യ മന്ത്രാലയം എടുത്തു കളഞ്ഞു. കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങളുണ്ടെന്ന് നിർമ്മാണ കമ്പനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ ഫോട്ടോ കളയൽ നടന്നത് എന്നൊന്നും ഞാൻ പറയൂല. അപ്പൊ ഞാൻ കുഞ്ഞായ്മ പറയാന്ന് പറഞ്ഞ് നിങ്ങൾ കുറ്റം പറയും. എന്തിനാ വെറുതെ? പിന്നതേ കോൺഗ്രസ് ദുർബലമാകുന്നതിൽ ദുഃഖം പാകിസ്ഥാനാണ്. കോൺഗ്രസ് പാകിസ്ഥാന്റെ അനുയായികളാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പാകിസ്ഥാനിലെ നേതാക്കന്മാരാണ്. വോട്ട് ജിഹാദിന് വേണ്ടി മുസ്ലിങ്ങളോട് അവർ ആഹ്വാനം ചെയ്യുകയാണ് എന്നിങ്ങനെ മോശമില്ലാത്ത രീതിയിൽ ഒരു ലോഡ് വർഗീയത മോദിജി ഗുജറാത്ത് വഴി ഇറങ്ങിയപ്പോ എന്ന് പറഞ്ഞായിരുന്നു. പ്രജകളായ നമ്മളോട് ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ വോട്ട് ജിഹാദ് വേണോ രാമരാജ്യം വേണോന്ന്? ബ്രില്യന്റ്. ഇങ്ങനെ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നാട്ടുകാർ ഉത്തരം മുട്ടിപ്പോയി ഓടിപ്പോയി കിടന്ന് ഉറങ്ങൂല ജി. ഇപ്പൊ ജി ആകെ ഒരു ഫൊർഗെറ്റിംഗ് മൈൻഡിലാണ്. ഇപ്പൊ പറയുന്നതായിരിക്കില്ല നാളെ പറയാ. പക്ഷെ കുഴപ്പമില്ല, ഈ മറവിയൊക്കെ പുള്ളി പറയുന്ന തള്ളിന്റെയും പുളുവിന്റെ ഒക്കെ ഇടയിൽ ബാലൻസ് ആയി പൊക്കോളൂ അല്ലെ. അപ്പൊ നമ്മുടെ മോദിജിയെ ബാധിച്ചിരിക്കുന്ന ഈ ഓർമ്മ പിശകിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മാപ്രവേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.